ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ രണ്ട് ഫേവറേറ്റ്സ് ആയിട്ട് വന്ന രണ്ട് ടീമാണ് നെതർലൻഡ്സും അതുപോലെ ജർമ്മനിയും. രണ്ടുപേരും ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അതിനു മുന്നേ അതായത് ജോക്കിംഗ് ക്ലെമൻ്റ് എന്ന് പറഞ്ഞൊരു ആൾ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തത് നെതർലൻഡ്സ് കപ്പടിക്കും എന്ന് പറഞ്ഞു. നെതർലൻഡ്സ് പോയി. പക്ഷെ അത് നമുക്ക് ജർമ്മനിയുടെ മാച്ചിലേക്ക് വരാം. ജർമ്മനി പരഗ്വേയുടെ കൊണ്ട് തോറ്റത്. ഈ ഒരു 32 മാച്ചസിലേക്ക് വരുമ്പോൾ ഈ ഇന്നത്തെ അതായത് കഴിഞ്ഞ ദിവസത്തെ മാച്ചസിൽ വരുമ്പോൾ എല്ലാവരും ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന് എഴുതി വെച്ചിരുന്നത്, എഴുതി തള്ളിയിരുന്നൊരു മത്സരമാണ്. 71% പോസിബിലിറ്റി ജർമ്മനിക്ക് അങ്ങനെ ഒരു മത്സരമായിരുന്നു. പക്ഷെ എല്ലാ ബെറ്റുകളെയും എല്ലാം ഇതും മാറ്റി ഇപ്പോൾ പരഗ്വേയാണ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തിൽ എങ്ങനെയായിരുന്നു ഇപ്പോൾ ജർമ്മനിയുടെ ഒരു പ്രകടനം? സിംപ്ലി പറയുമെങ്കിൽ പരാഗിൻ്റെ ലോ ബ്ലോക്ക് ഗെയിം, ഫിസിക്കൽ ഗെയിം, ഫിസിക്കാലിറ്റി രണ്ടിനെയും എന്താ പറയുക ഓവർകം ചെയ്യാൻ ജർമ്മനി കഴിഞ്ഞില്ല. രണ്ടിലും കഴിഞ്ഞില്ല. ഒന്നും അവർക്ക് അവരുടെ ശൈലി കൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ വേണ്ടത് ഇത്തരം സന്ദർഭങ്ങൾ വേണ്ടി സ്റ്റാൻഡ് ഔട്ട് പ്ലേയേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കളിക്കാരൻ അല്ലെങ്കിൽ ഒരു 1-2 പ്ലേയേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ഡിഫറൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ജർമ്മനി നമ്മൾ കാണുന്ന കാലം മുതലേക്ക് തന്നെ ജർമ്മനിക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് ഔട്ട് പ്ലേയേഴ്സ് അങ്ങനെ കളിക്കുന്ന ആ സ്റ്റൈലിൽ കളിക്കുന്നതല്ല അവർ. അപ്പോൾ നാഗൽസ്മാൻ്റെ ഒരു ശൈലി ഇതാണ്. ഈ പിന്നെ എന്താ പറയുക ബിൽഡപ്പ് ആൻഡ് പിന്നെ കളക്റ്റീവ് അറ്റാക്ക് എന്നുള്ള ഒരു പരിപാടിയാണ്. അത് വർക്കായില്ല, അത്ര തന്നെ. അത് ഈ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമുകളുടെ എങ്ങനെയാണ് മറ്റു ടീമുകൾ പരാജയപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ക്ലാസിക് ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമ്മൾ ഈ ഇക്വഡോറിനൂടെയും കണ്ടതാണ് അവസാനം. ഇക്വഡോറിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ഡിഫൻസ് ആയിരുന്നു. അവരത് ചെയ്ത് കളിച്ചു. അതുകൊണ്ട് ജർമ്മനി ആദ്യ മത്സരത്തിൽ 7 ഗോൾ അടിച്ചു എന്നുള്ളൂ. പിന്നെയുള്ള മത്സരങ്ങളിൽ അത്രയും അങ്ങോട്ട് പെർഫോമൻസ് വന്നില്ല. 7 ഗോൾ അടിക്കുമ്പോഴും അപ്പം ഞാൻ ഈ പരാഗ്വേനായിട്ടുള്ള മാച്ച് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാനിപ്പം ലൈവ് ഓൺ എയർ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു സംഭവമാണ്, ഒരിക്കലും നമുക്ക് പരാഗ്വേ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ജർമ്മനി പോലത്തെ ഒരു ടീമാണ്. കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ കണ്ടു പരിചയമുണ്ട് അവരെന്താണ് ഗ്രൂപ്പ് സ്റ്റേജിൽ കാണിച്ചത് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ സിമ്പിളാണ്, ഈസി വോക്കാണെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന മാച്ചുകളിലാണ് ജർമ്മനി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ പെർഫോം ചെയ്തില്ല എന്നല്ല, കൃത്യമായിട്ടൊരു അഡാപ്റ്റീവായിട്ടുള്ള പ്ലാൻ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പരാഗ്വേക്കെതിരെ പരാജയപ്പെടുന്നു. ഈ ഒരു വേൾഡ് കപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമുകൾ ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പരാഗ്വേക്കെതിരെ വരുമ്പോൾ നമുക്കറിയാം. ഏത് ലോ ബ്ലോക്ക് കളിക്കുന്ന ടീം എടുത്തു നോക്ക്, പൊതുവേ ലോ ബ്ലോക്ക് കളിക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് വേണ്ട ഒരു സംഭവമാണ്. എവിടെയെങ്കിലും ഒന്ന് പാളാൻ ചാൻസ് ഉള്ള ഒരു സംഭവം, ഒരു ഒറ്റ പാളിൽ മതി ഗോള് കയറും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ അത് നമ്മൾ കാണുന്നില്ല. കേപ്പ് വെർഡെ ആയിക്കോട്ടെ, പരാഗ്വേ ആയിക്കോട്ടെ, DR കോങ്കോ ആയിക്കോട്ടെ, ഇവരൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടാണ് റൗണ്ട് ഓഫ് 32 എന്നുള്ളൊരു ഘട്ടത്തിലോട്ട് വരുന്നത്. അപ്പോൾ പരാഗ്വേ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അവർ ലോ ബ്ലോക്ക് കളിക്കും എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പക്ഷെ അപ്പോഴും അവിടെ നെഗൽസ്മാന് ഞാൻ കളി കണ്ടോടത്തോളം എനിക്ക് മനസ്സിലായത് ആ ഒരു ടാക്ടിക്സിലൊന്നും ഒരു ചേഞ്ച് വരുത്താൻ നമ്മൾ കാണുന്നില്ല, ഒരു അഡാപ്റ്റിവിറ്റി നമ്മൾ കാണുന്നില്ല. ഞാൻ പണ്ട് പറഞ്ഞൊരു സംഭവമാണ്, ടാക്ടിക്സ് ജർമ്മനിക്കിട്ട്, പക്ഷെ ആ ടാക്ടിക്സ് എല്ലാ മാച്ചിലും ഉപകാരപ്പെടുമോ എന്നുള്ളതാണ് ഡൗട്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സെൻട്രൽ അറ്റാക്ക് മാത്രം ഒന്ന് ഒരു വൈഡായിട്ട് അറ്റാക്ക് പോയിട്ട് ഒരു സ്ട്രൈക്കറെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാച്ചിൽ മുസിയാലിനെ മാറ്റിയിട്ടാണ് ഡെനിസ് ഉണ്ടാവും എന്ന് പറയുന്ന പ്ലെയറിനെ ഇറക്കുന്നത്. അപ്പോൾ 2 സ്ട്രൈക്കേഴ്സ് കൈ ഹാവർട്സും ഡെനിസ് ഉണ്ടാവും അവിടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ടാക്ടിക്സ് നെഗൽസ്മാനിന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പിന്നെ മുസിയാല പോലത്തെ ഒരു പ്ലെയറിനെയാണ് ഉള്ളിൽ നിർത്തിയത്. ആ ഡിസിഷൻ എത്രത്തോളം റൈറ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുസിയാലയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മാച്ചുകളിലായാലും മുസിയാലയുടെ ഒരു സെൻട്രൽ പെനിട്രേഷനിലാണ് ഒരു ഗോളും വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് ആവുന്നതും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് തന്നെയാണ്. പക്ഷേ മുസിയാലയെ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു പ്ലെയറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ പ്ലെയറിനെ ആകെ വിമർശിക്കും എന്നുള്ളത് ആളുകൾ പറയും. പക്ഷേ എനിക്ക് സാനിനെ അവിടെ നിർത്തുന്നു, മുസിയാല അവിടെ പോകുന്നു എന്നുള്ള ആ ഒരു ഡിസിഷനിൽ ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. സോ മുസിയാല വാസ് എ റൈറ്റ് പ്ലെയർ ടു ബി ദെയർ ഇൻ ദ മിഡ്ഫീൽഡ്. പക്ഷേ അവിടെ കോച്ച് വേറൊരു ഡിസിഷനാണ് എടുക്കുന്നത്. ഡെനിസ് ഉണ്ടാവിനെ കൊണ്ടുവന്നതിലൊന്നും ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ ഞാൻ പറയാൻ ആളല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ നമുക്ക് കളി കാണുമ്പോഴുള്ള ഒരു വൈകാരികമായ നിമിഷങ്ങളുണ്ടല്ലോ, അതിലാണ് ഞാൻ പറയുന്നത്. സാനിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുസിയാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് സാനിനെ കൊടുക്കുന്ന ഒരു ഡിസിഷൻ എനിക്കല്ല. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ സാനിനെയാണ് പലപ്പോഴും കോച്ചസ് വിശ്വസിക്കുന്നത്. പക്ഷെ ആ ഒരു ഔട്ട്പുട്ട് സാനി തരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. ബാഡ് ചോയ്സസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു നെഗൽസ്മാൻ്റെ പ്രശ്നം. പിന്നെ നെഗൽസ്മാൻ ഈ ഒരു അതായത് 2024 യൂറോ ടീം നോക്കുകയാണെങ്കിൽ അതിൽ ഗുണ്ടോഗ് ഉണ്ടായിരുന്നു, മുള്ളർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ക്രൂസൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ?
പ്ലേയേഴ്സ് റീപ്ലേസ്മെന്റ് ഒരു ചോദ്യമാണ്. പക്ഷേ മുസിയാലിയെ പോലെ പ്ലേയേഴ്സ് ഒന്നും ജർമ്മനിക്ക് വേർഷം മുമ്പ് അധികം ഉണ്ടായിട്ടുള്ള ഇതല്ല. അങ്ങനത്തെ പ്ലേയേഴ്സിൻ്റെ ഇതുണ്ട്. പിന്നെ നേരത്തെ ഇവർ പറഞ്ഞില്ലേ മറ്റേ സാനയെ പറ്റി പറഞ്ഞ പോലെ ഞാൻ സാനേൻ്റെ ഒരു ഇഷ്ടക്കാരനായതുകൊണ്ട് എനിക്കത് ഇത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതല്ല അത് പോട്ടെ. എനിക്ക് ഇതിനേക്കാൾ ഈ പ്ലേയേഴ്സിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ ഇവരുടെ ഈ സ്റ്റൈലിൻ്റെ പ്രഡിക്റ്റബിലിറ്റിയാണ്. ഇവരെന്താ കളിക്കാൻ പോകുന്നുള്ള എതിർ ടീമിന് മനസ്സിലാവും കൃത്യമായിട്ടും. അല്ല ഒരു ഇന്നതേ കളിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ ഇവർ ഇങ്ങനെ കളിക്കുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ ഈ പല മാച്ചസിലും ഈ മാച്ചിൻ്റെ ലാസ്റ്റ് ഭാഗം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ജർമ്മനിൻ്റെ പല മാച്ചസിലും അവർ സ്ട്രഗിൾ ചെയ്യുന്ന മാച്ചസ് പോലും അവസാന നിമിഷങ്ങളിൽ ഇവർ ബോക്സിലേക്ക് ക്രോസ് ചെയ്യുന്നതിന് പകരം ചെയ്യുന്നുണ്ട്. ബോൾ ഇങ്ങനെ 360 ഡിഗ്രിയിൽ ഇങ്ങനെ 180 ഡിഗ്രിയിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്നലെ ബ്രസീൽ മാച്ചിൽ നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ട ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്, ഒരു ഹൈ പേസ് ഉണ്ട്, ഒരു ഫയർ ഉണ്ട്. അത് ജർമ്മൻ കളിക്കാരിൽ ഉണ്ടാവാറില്ല. പിന്നെ അവർ വൺ ടച്ച് കളിക്കുന്നത് കുറവാണ്. പിന്നെ മാത്രം ബോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പിന്നെ നെക്സ്റ്റ് പ്ലെയർ സെറ്റ് ആവുന്നതിന് വരെ ഹോൾഡ് ചെയ്യുന്ന ഒരു ദുശ്ശീലം അവർക്കുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ലോ ബ്ലോക്ക് ടീമുകൾ പിന്നെ നല്ല സക്സസ് റേറ്റുള്ള ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഗെയിം കളിക്കുക എന്നുള്ളത് ഒരു ഇതല്ല. എനിക്ക് തോന്നുന്നത് ജർമ്മനിൻ്റെ ആ സ്റ്റൈൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഞാനൊരു പ്രഡിക്ഷൻ നടത്തുകയാണ്. ഈ വേൾഡ് കപ്പിൽ ആ സ്റ്റൈലിൽ കളിക്കുന്ന ഒരു ടീമിനും കൂടി പണി കിട്ടാൻ പോവാണ്. അത് ഏതാന്നുള്ളത് പിന്നെ നോക്കിയാൽ മതി. എനിക്ക് തോന്നണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ലോകകപ്പിൽ വരുമ്പം നമ്മൾ ഇനി സ്പെയിൻ്റെ കേസ് എടുക്കാം, പോർച്ചുഗലിൻ്റെ കേസ് എടുക്കാം, മനസ്സിലായല്ലോ. പോർച്ചുഗലിൻ്റെ കേസ് എടുക്കാം, ഇപ്പോൾ കഴിഞ്ഞ ജർമ്മനി നോക്കൗട്ടായ ജർമ്മനിൻ്റെ കേസ് എടുക്കാം. ഇവരുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോൾ അൾട്ടിമേറ്റ്ലി എല്ലാവരും ഒരു പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ ആവാം. കൊളംബിയ കളിക്കുന്നുണ്ടല്ലോ, കൊളംബിയ കളിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു ഫയർ ഉണ്ട്. അവരിപ്പോ അന്ന് ഫസി പറഞ്ഞ പോലെ ഒരു എൻജോയ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു കൊളംബിയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഫയർ അവരിലുണ്ട്. പക്ഷെ ഈ പോർച്ചുഗൽ അതെ, ജർമ്മനി, പോർച്ചുഗൽ, സ്പെയിൻ ഈ 3 ടീമുകളെ ഞാൻ പറയാം. അതായത് ഇവരിങ്ങനെ കളിക്കുമെന്നല്ലാതെ ഫുട്ബോൾ ഷുഡ് ബി ഡയറക്ഷണൽ. അതായത് പോസ്റ്റിലെ സാധനം ഗോള് കയറാതെ നമ്മളിനി അവിടെ എത്ര ഇട്ട് ബോൾ ഒരു 10 ടച്ച് പെനാൽറ്റി ബോക്സിന് പുറത്തെടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. പോസ്റ്റിലെ സാധനം എത്തണം. ആ ഫൈനൽ തേർഡിലുള്ള ഔട്ട്പുട്ട് ഇനി പോർച്ചുഗൽ ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ തന്നിട്ടില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. ആൻഡ് ആഞ്ചലോട്ടി പറഞ്ഞ പോലെ നമ്മള് ഭംഗിയുള്ള ഫുട്ബോൾ കളിച്ചോട്ട് കാര്യമൊന്നുമില്ല, റിസൾട്ടിലാണ്. ഈ ഫുട്ബോളിൽ ഭംഗിയില്ല, അതാണ് എൻ്റെ അഭിപ്രായമാണ്. ഈ ഫുട്ബോളായിട്ടായാലും ഒരു ആർട്ട്, ഒരു കലാരൂപമാവട്ടെ, അല്ലെങ്കിൽ ഒരു കായിക രൂപമാവട്ടെ, അത് രസം ഉൽപ്പാദിപ്പിക്കണം, ത്രില്ല് ഉൽപ്പാദിപ്പിക്കണം. അതെന്നാലേ അത് കലാരൂപമായി മാറുള്ളൂ. അത് നമ്മളൊരു ബോറൻ സിനിമ നമ്മൾ 2 മണിക്കൂർ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഉറങ്ങി പോലെ സെയിം അവസ്ഥ ഇതിനുണ്ട്. ഈ സ്റ്റൈൽ ഓഫ് ഫുട്ബോളുണ്ട്. നമുക്കറിയാം ഇവരിങ്ങോട്ട് 180 ഡിഗ്രിയിൽ പാസ് ചെയ്യും, അതുപോലെ ബോൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ബാക്ക് പാസ്. പിന്നെ വേറെ വിഷയം വെച്ചാൽ ഇവർ പിന്നെ ഭയങ്കരമായിട്ട് ഹൈ ബ്ലോക്ക് കളിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അപ്പർ ബ്ലോക്ക് കളിക്കുന്ന ടീമാണ് ജർമ്മനി. ഇത്തരം സന്ദർഭങ്ങളിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതിർ ടീമിന് ഇന്നലെ പരാഗ്യ അധികം അത് ഉപയോഗപ്പെടുത്തിയില്ല. ഒരു ക്വിക്ക് ട്രാൻസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ ഇഷ്ടംപോലെ സ്പേസ് അവർ സ്വന്തം ഹാഫിൽ ഒഴിച്ചിടുന്നുണ്ട്. അതിലൂടെ നിന്ന് ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു പ്രസംഗമുണ്ട്. പല മാച്ചസിലും ജർമ്മനിക്ക് പണി കിട്ടിയിട്ടുണ്ട് മുമ്പ്, പല വേൾഡ് കപ്പിലുണ്ട്, യൂറോ കപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല പിന്നെ ഈ ലോ ബ്ലോക്ക് കളിക്കുമ്പോൾ ഗുണം വെച്ചാൽ നമുക്ക് ഈ ഒരു സാധ്യതയുണ്ട്, തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജർമ്മനി ഓൾറെഡി ഹൈ ബ്ലോക്ക് ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, സ്വന്തം ഈ എതിർ ടീമിൻ്റെ ഹാഫിനകത്ത് കളിക്കാനുള്ള ഈ മാച്ചിൽ 22 പ്ലെയേഴ്സും പ്ലസ് റഫറിയും ഓരോ ഹാഫിൻ്റെ പുറത്താണ്, 21 പ്ലേയേഴ്സ്, ഗോൾ കീപ്പർ ഭാഗ്യത്തിന് പുറത്താണ്. എല്ലാവരും ഈ ഇതാണ് ഒരു ഹാഫിൽ ഫുട്ബോൾ മൈതാനത്തിൻ്റെ ഒരു പകുതിയിൽ ഒരു സമ്മേളനം നടത്താനുള്ള ആൾക്കാരാണ്. അവിടെ ബോൾ തട്ടണം, ചാൻസ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ പ്രശ്നമുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നത് ഒരു രസം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതൊരു മനോഹരം എന്നൊക്കെ നമുക്ക് പാസ് ചെയ്യുമ്പോൾ രസം എന്ന് പറയാമെങ്കിലും എനിക്കത് അതിനകത്തൊരു മനോഹാരിത എനിക്ക് അങ്ങനെ ഇപ്പോൾ മുമ്പൊക്കെ നമ്മൾ ആസ്വദിച്ചപ്പോൾ എനിക്കത് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഒന്നല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പെനാൽറ്റി ബോക്സിൽ ഇപ്പോൾ നമ്മൾ ബയണ്ടൊക്കെ കളി കാണുമ്പോൾ അവർക്ക് ഒരു ക്യാവോസ് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ആ തരത്തിൽ കളിക്കണം, അല്ലാതെ ഈ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 180 ഡിഗ്രിയിൽ കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. പിന്നെ ജർമ്മനിൻ്റെ എടുത്ത് പറയേണ്ടത് അവരുടെ ഡിഫൻസിൽ വന്ന പിഴവ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഫസ്റ്റ് ഗോൾ വന്നത്. ആൻ്റണി റൂഡിഗറൊക്കെ പലപ്പോഴും നമ്മളൊരു അറ്റാക്കിംഗ് വിങ്ങറായിട്ട് കളിക്കുന്നത് പല ടൈമിലും ഞാൻ മാച്ചിൽ കണ്ടു. അപ്പോൾ ഡിഫൻസിലുള്ള കമ്മ്യൂണിക്കേഷൻ, ജൊനാത്തൻ ആൻ്റണി റൂഡിഗർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, നോയർ ആൻ്റണി റൂഡിഗർ ജൊനാത്തൻ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ. കാരണം ആ ഗോൾ വന്ന ടൈമിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ഡിഫൻഡേഴ്സ് ആക്ച്വലി കൺഫ്യൂസ്ഡ് ആണ്. ഒരു പ്ലെയർ പോലും അവിടെ അങ്ങനെ ഒരു റൈറ്റ് വിങ്ങിൽ അറ്റാക്ക് വന്നിട്ട് 2 പ്ലെയേഴ്സ് ആ പ്ലെയറിനെ നോക്കി ഓടുകയാണ്. എന്നിട്ട് പോലും അവിടെ ഓൾറെഡി ആ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞു. പിന്നീട് ഒരാൾ പോലും ഒന്ന് അറ്റംപ്റ്റ് പോലും ചെയ്യുന്നില്ല. ഗോൾ കീപ്പർ അതിനകത്ത് പിഴവുണ്ടോ? ഗോൾ കീപ്പർക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാത്ത പ്രശ്നമുണ്ടോ അതിനകത്ത്? ഇല്ല, നോയറിന്റെ ആന്റിസിപ്പേഷൻ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ നോയറിലോട്ട് എത്തുന്നതിന്റെ മുമ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ ഡിഫൻഡേഴ്സ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ത്രൂ ഔട്ട് ദ മാച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ മാച്ചുകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിക്കോ സ്ലോട്ടർബക്കിനെ മാറ്റിയിട്ട് ആന്റണി റൂഡിഗർ വന്നപ്പോൾ ആ ഒരു ടെമ്പോ അവർക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അവർക്ക് ആ ഡിഫൻസിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് പിന്നെ ജർമ്മൻ ആരാധകർക്കൊരു
നിരാശയാണ്. ഇനി ഇപ്പോൾ 2014 ശേഷം അവരൊരു പ്രീ ക്വാർട്ടർ മത്സരം കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഗ്രൂപ്പ് സ്റ്റേജ് മറികടന്നല്ലോ. ഗ്രൂപ്പ് സ്റ്റേജ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡ്, അതായത് എക്സ്ട്രാ ടൈമിൽ ജർമ്മനി ഗോൾ നേടുന്നുണ്ട്, ജോണത്തൻ താഴെ ഹെഡർ. പക്ഷെ അവിടെ എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ പ്ലെയർ പരഗ്വേ ഗോളിയെ ഫിസിക്കലായിട്ട് നേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് VR പരിശോധിച്ച ശേഷം അത് ഡിനേ ചെയ്തത്. മത്സരത്തിന് ശേഷം യർഗൻ ക്ലോപ്പ് അതിനെ കുറിച്ച് പറഞ്ഞത് ആ ഒരു ഗോൾ അവിടെ ഡിസലോ ചെയ്യുകയാണെങ്കിൽ ആഴ്സണൽ കപ്പെടുക്കില്ല എന്ന് പറയുന്നത്. ഇതൊരു കോൺടാക്ട് സ്പോട്ടാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കോൺടാക്ട് സ്പോട്ടാണ്, അപ്പോൾ കോൺടാക്ട് ഉണ്ടാവും. പക്ഷെ ഗോൾ കീപ്പർ നൽകുന്ന ഒരു ഓവർ പ്രൊട്ടക്ഷൻ ആണ് അവിടെ. അങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ഈ വേൾഡ് കപ്പ് തന്നെ ഒരു മാച്ചിലും കൂടെ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഇതേപോലെ VR ചെക്ക് ചെയ്തിട്ട് ഗോൾ ഡിസലോ ചെയ്തൊരു സിറ്റുവേഷൻ. ഈ വേൾഡ് കപ്പിൽ മൊത്തത്തിൽ ഈ VRന്റെ ഒരു ബിഹേവിയർ ഭയങ്കര ഒരു നമുക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒന്ന് ഏറ്റവും പ്രകടമായി തോന്നിയത് മറ്റേ ഇംഗ്ലണ്ട് മാച്ചിലൊരു പെനാൽറ്റി അതല്ല, ഒരു ബോക്സിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ ബാക്കിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് ബോളില്ല, കോൺടാക്ട് ഇല്ല, ലാസ്റ്റ് മാൻ ആണ്, ഒക്കെ ഉണ്ടായിട്ട് ഒരു പെനാൽറ്റി കൊടുത്തില്ല, ഒരു യെല്ലോ കാർഡില്ല. യെല്ലോ കാർഡ് റെഡ് കാർഡ് ഓഫൻസ് ആണത്. പുറമെ അത് പെനാൽറ്റി കൂടി രണ്ടും കൊടുത്തില്ല, വെറുതെ വിട്ടു എന്നുള്ളത്. മാത്രമല്ല ഇക്വഡോറിന്റെ കൂടെയുള്ള മാച്ചിൽ ജർമ്മനിയുടെ ഫസ്റ്റ് ഗോളിന് ഒരു ഹൈ ബൂട്ട് ഉണ്ടായിരുന്നു അവിടെ ബോക്സിൽ, അതും ഒന്നും ചെക്ക് ചെയ്യാതെ പോയി. അല്ല, ഈ ഒരു വേൾഡ് കപ്പിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ പല റൂൾസും മാറ്റിയിട്ട് ഗെയിം ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ത്രോയിൻ ലേറ്റ് ആയാലും അതുപോലെ തന്നെ ഗോൾ കിക്ക് ലേറ്റ് ആയാലും. പക്ഷെ ഈ ഒരു വാറ് കാരണം വീണ്ടും വാറ് മാത്രമല്ല, പിന്നെ ഈ വാട്ടർ ബ്രേക്ക് വീണ്ടും ഗെയിം ലേറ്റ് ആവുന്ന ഒരു സാഹചര്യം. താളം പോകുന്നുണ്ട്. നമുക്ക് വേഗം മറ്റേ രണ്ടാമത്തെ മാച്ചിലേക്ക് പോകാം. നെതർലൻഡ്സ് മൊറോക്കോ. നെതർലൻഡ്സിനെ യോക്കിംഗ് ക്ലെമന്റ് എന്ന് പറഞ്ഞ ഒരു ക്ലെമന്റിന്റെ പ്രഡിക്ഷൻ കാറ്റിൽ പറത്തി എന്നാണ് പറയുന്നത്. ഡാറ്റാ സയന്റിസ്റ്റ് അല്ലേ? അദ്ദേഹമായി ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ നോക്കി അങ്ങനെ ഒരു. പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ 3 വേൾഡ് കപ്പിലും ആളുടെ കറക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു പണ്ട് പോൾ നീരാളി കറക്റ്റ് ആയിട്ടുണ്ടല്ലോ, അതുപോലുള്ളൊരു. നെതർലൻഡ്സ് പക്ഷെ ഈ ഒരു മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ മൊറോക്കോക്ക് ആയിരുന്നു ഒരു മൊമെന്റം ഉണ്ടായിരുന്നത്. മാച്ചിൽ കളിച്ചത് മൊറോക്കോയാണ്. അതുകൊണ്ട് ഈ ഒരു ജസ്റ്റിസ് ഡൺ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ആ ഒരു പെനാൽറ്റി ഷൂട്ട് കഴിഞ്ഞിട്ട്. അല്ല, നമ്മൾ ഈ മൊറോക്കോയുടെ സൈഡിൽ നിന്ന് ഇപ്പം ഞാൻ ഗെയിം കാണുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ചത് ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്ന് ഗോൾ സ്കോർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന നെതർലൻഡ്സിന് പൊസിഷൻ എടുക്കാൻ സമ്മതിക്കുന്ന ഒരു മൊറോക്കോയാണ്. പക്ഷെ ഈ ഒരു മാച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റയർ മൊമെന്റം കൺട്രോൾ ചെയ്തത് മൊറോക്കോ ആണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലെ പിന്നെ ഈ മൊറോക്കോ ഔട്ടായ മാച്ച് ഫ്രാൻസിനായിട്ടല്ലേ, 2022 ആ മാച്ചിൽ അന്നത്തെ ഫ്രാൻസിന്റെ കോച്ച് ദശാംശ് പയറ്റിയ തന്ത്രം ഉണ്ടായിരുന്നു വെച്ചാൽ ആ മാച്ച് വരെ പിന്നെ മൊറോക്കോ ഓഫ് ദി ബോൾ, അഥവാ ബോൾ കയ്യിലില്ലാതെ കളിച്ചിട്ട് എതിരാളികളെ കീഴടക്കുന്ന ഒരു, അങ്ങനെ മൊറോക്കോന്റെ ഒരു അഡ്വാൻസ്മെന്റ് അങ്ങനെ ഉണ്ടായിരുന്നത്. ആ മാച്ച് വന്നപ്പോൾ പിന്നെ ദശാംശ് ഫ്രാൻസിന് ഓഫ് ദി ബോൾ കളിച്ചു. ബോള് ഫുള്ള് മൊറോക്കോൻ്റെ കയ്യില്ല. ബോൾ കൊണ്ട് എന്താ ചെയ്യേണ്ടി അറിയാം, മൊറോക്കാർ കുഴങ്ങിയ കളി അങ്ങനെ തോൽക്കുക ചെയ്തത്. എനിക്ക് തോന്നുന്നു സെയിം ടാക്ടിക്സാണ് ഇന്ന് ഇയാളുടെ ശ്രമിച്ചത്. ഇന്ന് ഭയങ്കരമായ അബദ്ധങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോച്ചിൻ്റെ, കാരണം ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും മനോഹരമായ കളികൾ കളിച്ച് നല്ല സ്കോർ ചെയ്ത് വന്ന നെതർലാൻഡ്സ് ടീമാണ്. കൂമാൻ പിന്നെ അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ ഒരു മനോഹാരിത കാണിച്ചെന്നൊരു ഇതാണ്. നേരത്തെ യൂറോപ്യൻ ടീമിനെ പറഞ്ഞ പോലെ തന്നെ നേരെ വ്യത്യസ്തമായിട്ട് ഈ രസം ഉൽപ്പാദിപ്പിക്കുന്ന കളി ഉണ്ടാക്കുന്ന ആളാണ് എന്താ പറയുക കൂമാൻ. പക്ഷേ ഈ മാച്ചിൽ അദ്ദേഹം ചെയ്ത പ്രശ്നം വെച്ചാൽ 5 ബാക്കുമാരെ പിന്നെ ഡിഫൻഡർമാരെ കളിപ്പിച്ചു, 3 സെൻറ്റർ ബാക്ക്, 2 പിന്നെ ഫുൾ ബാക്കുമാരെ, പിന്നെ അവർക്ക് മുമ്പിൽ 2 മിഡ്ഫീൽഡേഴ്സ്. അതിന് ഒരാൾ ഇയാളാണ് നമ്മുടെ ഫ്രങ്കി ഡിയോഗൻ. അയാൾ ഓൾറെഡി ഡിഫൻഡർ എന്ന് പറയാവുന്ന തരത്തിൽ കളിക്കുന്ന ഒരു പിന്നെ പ്ലെയറാണ്. പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. പിന്നെ മറ്റേ ഗ്രാവൻബർഗ്സ് ആണുള്ളത്. അദ്ദേഹം അറ്റാക്കിങ് ഡിഫൻസും കോർഡിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പിൽ മിഡ്ഫീൽഡേഴ്സ് പിന്നില്ല. പിന്നെയുള്ള കോഡി ക്യാപ്പോ ആണുള്ളത്, പിന്നെ ബ്രോബ് മാലനാണുള്ളത്, പിന്നെ നമ്മുടെ സോമർവില്ലാണുള്ളത്. അവർ 3 അറ്റാക്കേഴ്സാണ്. കാരണം മിഡ്ഫീൽഡിൽ ഒരു കീ പ്ലെയറുടെ ഒരു അസാന്നിധ്യം ശരിക്കും കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന പരിപാടി വെച്ചാൽ അറ്റാക്കും ചെയ്യണ്ട, നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യുക, മൊറോക്കോ കളിക്കട്ടെ, അവർ കളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കുക. ഈ പറഞ്ഞ പോലെ അവരുടെ ഒപ്പോണൻറ്റിൻ്റെ ഓരോ ഹാഫിൽ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടായി വരുമ്പോൾ കയറി ഒരു പരിധി വരെ വിജയിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ. ഫസ്റ്റ് ഗോള് ആ ഒരു കൗണ്ടർ അറ്റാക്കിലല്ലോ. പക്ഷെ വേറെ ഒന്നുണ്ട്, ഞാൻ
ഇത്ര അധികം ഡിഫൻസ്, ഇത്ര അധികം ഒരു ഡിഫൻസീവ് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് 10 പേര് അല്ല 9 പേര്, മറ്റേ ബ്രോബ്മലൻ എപ്പോഴും സെൻറ്റർ സർക്കിളിൻ്റെ ആവുന്നുണ്ട്, ബാക്കി 9 പേരും ബാക്ക്ലൈൻഡായിട്ടും മൊറോക്കോ ഇഷ്ടംപോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഗോൾ കീപ്പറുടെ ഒരു പിന്നെ ഹീറോയിക്സോടാണ് പലപ്പോഴും രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ മാച്ചിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊറോക്കോ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. അവരുടെ പ്ലെയേഴ്സും പിന്നെ ഒക്കെ യൂറോപ്പിൽ ജനിച്ച ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും യൂറോപ്പിൽ ജനിച്ച പ്ലേയേഴ്സാണ്, നല്ല ഫിസിക്കൽ പ്ലേയേഴ്സാണ്. പിന്നെ മൊത്തത്തിൽ ഈ കൂമാൻ്റെ ട്രിക്കും കൂടി അത് അവർക്ക് കൂടുതൽ സമയം ബോൾ ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞു, നന്നായി പാസ് ചെയ്യാൻ കഴിഞ്ഞു, നല്ല പെനിട്രേറ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞു. ആദ്യ പകുതിയിലും കൃത്യമായ ആധിപത്യം മൊറോക്കോക്കായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ പറഞ്ഞ പോലെ പിന്നെ എന്ത് ചെയ്തു, ഗോൾ വന്നു. അതായത് കോമാൻ്റെ ടാക്ടിക്സ് അതാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മൊറോക്കോക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മൊറോക്കോ പോലത്തെ ഒരു ടീമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കുന്നത്, അവരിനിപ്പോൾ ഹൈ ആയിട്ട് കളിച്ചു കഴിഞ്ഞാലും തിരിച്ച് ട്രാക്ക് ബാക്ക് ചെയ്ത് എടുക്കാനുള്ള കപ്പാസിറ്റി അഷ്റഫ് ഹക്കീമിനെ പോലത്തെ വിങ്ങേഴ്സിനൊക്കെ എന്തായാലും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടാക്ടിക്സ് തീർച്ചയായിട്ടും കോമാൻ്റെ അത് ഈ തരത്തിലാണെന്നുണ്ടെങ്കിൽ വർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എനിക്ക് മിസ്സായി തോന്നിയിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ തിജാനി റെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡർ ഉണ്ട്. അത് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്ന പ്ലെയറാണ്. അദ്ദേഹത്തിന് കളിപ്പിച്ചു 2 മിഡ്ഫീൽഡേഴ്സ് മാത്രം കളിക്കുന്ന ഒരു മാച്ചിൽ അതൊരു പിന്നെ റേഞ്ചേഴ്സിന് അവിടെയൊക്കെ പൊസിഷൻ ചെയ്യണമായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. 4-3-3 കളിക്കണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയില്ല. കാരണം കഴിഞ്ഞ മാച്ച് കളിച്ച പോലെ എന്നിട്ട് വിധിക്ക് വിട്ട് കൊടുക്കുക. ഇത് ഇദ്ദേഹം പ്ലാൻ ചെയ്ത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കളിച്ചത് 5-2-3 ആണ് ഇപ്പോൾ കളിച്ചത്. സാധാരണ അവർ 4-3-3 കളിക്കുന്ന ടീമാണ്, അല്ലെങ്കിൽ 4-4-2 5 കളിച്ചത്. അതുകൊണ്ട് മിഡിൽ ഇത്രയും വലിയ സ്പേസ് ഒഴിച്ചിട്ടാണ് കളിച്ചത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒഴിവാക്കി മറ്റേ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാക് പോക്കും അതുപോലെ സമ്മർവില്ലിനും അത് നന്നായി കളിച്ചു, 2 പേരും നന്നായി കളിച്ചു. ഇറങ്ങി കളിക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് അവിടെ അറ്റാക്കിങ്ങുള്ള ചാൻസ് മൊത്തത്തിൽ പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഗോമൻ ലക്ഷ്യമിട്ടത് ഈ പറഞ്ഞ പോലെ പെനാൽറ്റിയിലേക്ക് എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റിക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ ചെയ്യുക, ഓപ്പണൻ്റ് ഹാഫിൽ ഈ സ്പേസസ് ഉണ്ടാവും. ഈ പറഞ്ഞ ഓൺ ദി ബോൾ മൊറോക്കോ കളിക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ കയറി വരും, അവിടെ ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത് നടന്നില്ല. മൊറോക്കോ പറഞ്ഞ പോലെ ഒരു പിന്നെ എന്താ പറയുക ബുദ്ധിമാന്മാരാണ്. അവരും പന്ത് മാക്സിമം അറ്റാക്ക് 2022 കണ്ട മൊറോക്കോ അല്ല ഇപ്പോഴത്തെ മൊറോക്കോ. ഇപ്പോൾ മൊറോക്കോയിലത്തെ പ്ലേയേഴ്സ് ഡെവലപ്പ് ആയിട്ടുണ്ട്. അവരുടെ പ്ലേയേഴ്സ് ഇപ്പോൾ പല മികച്ച ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സ് പ്രാക്ടീസും മാറിയിട്ടുണ്ട്. അന്ന് വാലിദ് റഗ്രാഗി ആയിരുന്നു മാനേജർ, ഇപ്പോൾ വഹാബിയാണോ മുഹമ്മദ് വഹാബിയോ പുള്ളിയാണ് ഇപ്പോഴത്തെ മാനേജർ. വ്യത്യാസമുണ്ട്. മൊറോക്കോ ഒന്നും കൂടി ഈ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്തി കളിക്കുന്ന ഒരു പ്ലേയേഴ്സാണ്. പിന്നെ നേരത്തെ നൂറ പറഞ്ഞ പോലെ പിന്നെ ബാക്ക് ട്രാക്ക് ചെയ്യാനും പിന്നെ ഹൈലി വർക്ക് റേറ്റുള്ള പ്ലേയേഴ്സ് ഉണ്ട്. എവിടെയും അങ്ങനെ കളിക്കുന്നത് 2022 നമ്മൾ അവരെ ഡാർക്ക് ഹൗസ് എന്ന് വിളിച്ചു. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ മാച്ച് ഫിഫ റാങ്കിങ്ങിൽ നെതർലാൻഡ്സ് 6ഉം ഇവർ 7ഉം ആണ്. അപ്പോൾ ഈ വേൾഡ് കപ്പ് ഏറ്റവും ടോപ്പ് എൻഡ് മാച്ചപ്പ് നടന്നത്. ഒരിക്കലും ഒരു റൗണ്ട് ഓഫ് 32 നേരിടേണ്ട 2 ടീമുകളല്ല നെതർലാൻഡ്സ്. സത്യം പറഞ്ഞാൽ നെതർലാൻഡ്സ് ഇപ്രാവശ്യം പിന്നെ ദൗർഭാഗ്യം എന്ന് പറയാം. അവരെല്ലാ തവണയും ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യ അവർ കളിച്ച കളിയിലല്ല പറഞ്ഞത്, അവർ മൊറോക്കോനെ പോയി ചെന്ന് പെട്ടത് ദൗർഭാഗ്യമാണ്. പിന്നെ അവർ പെനാൽറ്റി ഷൂട്ടിട്ട് പിന്നെ ബെർബോക്ക് എന്ന് പറഞ്ഞ കീപ്പർ നമ്മൾ പിന്നെ കളീൻ്റെ അവസാന ഘട്ടത്തിൽ റഹീമിയുടെ ഒരു ഷോട്ട് തടുത്തതുണ്ട്. നമ്മൾ ഇപ്പം തന്നെ മറ്റേ എമി മാർട്ടിനസ് നമ്മുടെ എന്താ പറയുക ആരുടെ ഷോട്ട് കൊളമോയുടെ ഷോട്ട് തടുത്തതിന് സെയിം സമാനമായ ഒരു സംഗതി. അതല്ലാതെ തന്നെയും ക്ലോസ് റേഞ്ചിൽ നിന്ന് ഫസ്റ്റ് തുടക്കത്തിൽ 10 മിനിറ്റുള്ളിൽ തന്നെ ക്ലോസ് റേഞ്ചിൽ നിന്ന് ഒരു ഭയങ്കര പോയിന്റ് ബ്ലാങ്ക് ഹെഡർ ഇദ്ദേഹം തടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെയും കുറേ സേവ്സ് നടത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ യാസിൻ ബോനു എന്ന് പറയുന്ന മൊറോക്കൻ കീപ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് വല്ലപ്പോഴും ആയിരുന്നു, കാരണം അദ്ദേഹം കാണാറുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വെർബ്രുഗൻ്റെ ഒരു ഹാർട്ട് ബ്രേക്ക് എനിക്ക് സങ്കടമായി. പിന്നെ അദ്ദേഹം നന്നായി ഷൂട്ടൗട്ട് പോലും കിക്കൊക്കെ തടഞ്ഞിട്ട് പോലും ഇതെല്ലാ കാലത്തും നെതർലാൻഡ്സിൻ്റെ കീപ്പർമാർ കാണാൻ ദൗർഭാഗ്യമാണ്. ഇപ്പോൾ ആൻഡ്രസാർ ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ സ്റ്റെക്ലംബർഗ് ആകട്ടെ, അതിന് ശേഷം കഴിയുന്നതാണ് സെലസൻ ആവട്ടെ, ഇവർക്കൊക്കെ ഈ ഷൂട്ടൗട്ട് ദൗർഭാഗ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ 2 ഗോൾ കീപ്പേഴ്സിന് എനിക്കൊരു പെനാൽറ്റി ഷൂട്ടൗട്ടിലോട്ട് വന്നപ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ സേവ് ചെയ്തോ ഇല്ലെന്നല്ല, അവരുടെ ജഡ്ജ്മെന്റ് ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു എല്ലാം. പിന്നെ അധികം പിന്നെ എനിക്ക് തോന്നുന്നു 3 പിന്നെ ഷോട്ട് എങ്ങാണ്ട് പിന്നെ ഓഫ് ദി ഗോൾ പിന്നെ 2 ഷോട്ട്സ് ബാർമോ തട്ടിയിട്ടും പോയി, 2 അങ്ങോട്ട് പുറത്തേക്കും പോയിട്ടുണ്ട്. മൊത്തം സ്കോറിങ് കുറവും പിന്നെ മിസ്സിങ് കൂടുതലായ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം മൊറോക്കോ എന്തായാലും ഒരു എന്താ പറയാ ഒരു കളി കളിക്കും എന്താ പറയാ. പിന്നെ നെതർലാൻഡ്സിന്റെ നിർഭാഗ്യം നമുക്ക് ഇപ്പോൾ തുടങ്ങിയതല്ലേ, 2014 ഒരു പെനാൽറ്റിയിലാണ് പോയത്. 2022 പ്രാവശ്യം ഫൈനലിൽ വന്നിട്ട് 2010 ഫൈനലിൽ പരിചയപ്പെട്ട, അതായത് 14 ഫൈനലിൽ പരിചയപ്പെട്ടാണ്. പിന്നെ ഇവരെ വിഷയം വെച്ചാൽ ഇവർ നെതർലാൻഡ്സിന്റെ ഒരു സംഗതി വെച്ചാൽ അവർ കൺസിസ്റ്റൻസി ഉണ്ട് ഇതിൽ വെച്ചാൽ ഈ കൺസിസ്റ്റൻസി ഇല്ലായ്മയിൽ കൺസിസ്റ്റൻ്റ് ആയ ടീമാണ് ഇവർ. ഇപ്പം ചിലപ്പോൾ അടുത്ത വേൾഡ് കപ്പിന് ഒരു ചിലപ്പോൾ യോഗ്യത കിട്ടിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു 14 കിട്ടി, 18 കിട്ടിയില്ല, 22 കിട്ടി, 26 കിട്ടി. അങ്ങനെ പലതരത്തിൽ യൂറോപ്പിൽ വരെ യോഗ്യത നേടാത്ത, ഈ കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് യൂറോപ്പിന് വരെ യോഗ്യത കിട്ടാത്ത ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻകൺസിസ്റ്റൻസിൻ്റെ ഒരു ഐക്യതകളാണ് ഇവരുടെ ഹിസ്റ്ററി. ഇത് ഇപ്പം മുതലൊന്നല്ല, ഇപ്പോൾ പണ്ട് ഇവർക്ക് ഹിസ്റ്ററി എടുത്ത് പറയാനുള്ള ആകെ 1988 ഒരു യൂറോപ്പ് മാത്രം എടുത്ത് പറയാനുള്ളത്. എന്നാലും ഇഷ്ടംപോലെ ഫൈനൽസ് ഉണ്ട്, ഇഷ്ടംപോലെ സെമി ഫൈനൽസ് ഉണ്ട്. ഷൂട്ടൗട്ട് പരാജയങ്ങളിൽ
എണ്ണി പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഈ നല്ല ജനറേഷൻസ് ഇപ്പോൾ ഞാൻ പറയുമെങ്കിൽ പണ്ടത്തെ യുവാൻ ക്രൈഫിൻ്റെ കാലത്തിന് ശേഷം റൂഡ് ഗുള്ളിറ്റ്, പിന്നെ വാൻ ബാസ്റ്റൺ, ഫ്രാങ്ക് റൈക്കാർഡിൻ്റെ ഒരു കാലഘട്ടം 80s അവസാനത്തിന് 90s സ്റ്റാർട്ടിങ് മിലാൻത്രയം. പിന്നെ അതിന് ശേഷമാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പാട്രിക് ക്ലൈവർട്ട്, ഡെന്നിസ് ബെർഗ്കാംപ്, എഡ്ഗാർഡ് എവ്സിറ്റ്, സീഡോർഫ് കളിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബ്രസീലിനും പിന്നെ അർജന്റീനയൊക്കെ ഭയങ്കര വിറപ്പിച്ചൊരു കാലഘട്ടം. അത് കഴിഞ്ഞില്ല. പിന്നെ പിന്നെ സ്നൈഡർ, റോബൻ, വാൻ ബേഴ്സി നമ്മൾ കാണുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്നും അവർ ഫൈനലെത്തി. പക്ഷേ ഫൈനലിൽ പറഞ്ഞ പോലെ ഈ 117-ാം മിനിറ്റിലാണ് ഇനിയസ്റ്റ ഗോൾ അടിച്ചിട്ട് പിന്നെ ഇതാക്കുന്നത്. പിന്നെ അതിന് ശേഷം താഴോട്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു നല്ലൊരു കാലഘട്ടം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രോബ്ലം വെച്ചാൽ എല്ലാ കാലത്തും അവർക്ക് മിഡ്ഫീൽഡേഴ്സും അറ്റാക്കേഴ്സാണ് നന്നായിട്ടുണ്ടാവുക. ഇപ്പോൾ അവർക്ക് ഡിഫെൻസീവിലാണ് കുറച്ചും കൂടി നല്ല ടീം വരുന്നത്. ഒരു പിന്നെ ആ തരത്തിലുള്ള ഒരു പുതിയ ജനറേഷനായിരുന്നു. ഒരു ഇപ്രാവശ്യമെങ്കിലും ഒരു ഇത് തിരുത്തുന്നു വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഹോളണ്ട് ഫാൻസിന് ശരിക്കും അവർ സമ്മതിക്കൂല എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി പിന്നെ വേറെ ഇവരുടെ ഗ്രൂപ്പ് ഭയങ്കര ടഫ് ഒരു ഇതായിരുന്നു. ടഫ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ടഫായിട്ടല്ല, ഗ്രൂപ്പും ഒരു എന്താ പറയുക സ്വീഡനായിരുന്നു, പിന്നെ ജപ്പാനായിരുന്നു. ആ ഗ്രൂപ്പിൽ നിന്ന് ജയിച്ചു വരുന്നവര് ഒന്നാം സ്ഥാനക്കാരാണെങ്കിൽ മരണ ഗ്രൂപ്പായിരുന്നു. സ്വീഡൻ, ജപ്പാൻ, നെതർലാൻഡ്സ് അതിന് ജയിച്ചു വന്നാൽ ഒന്നാം സ്ഥാനക്കാർക്ക് മൊറോക്കോ, രണ്ടാം സ്ഥാനക്ക് ബ്രസീൽ, മൂന്നാം സ്ഥാനക്ക് ഫ്രാൻസ്. അത് ബ്രസീലിന്റെ പിന്നെ എന്താ പറയാ മറ്റേ ഗ്രൂപ്പിൽ മൊറോക്കോ വിട്ടു എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വേറെ കാര്യം പറയട്ടെ, അതൊരു ഹൈപ്പോത്തറ്റിക്കലാണ്. ബ്രസീൽ അവർ ഫസ്റ്റ് മാച്ചിൽ മൊറോക്കോയോട് തോറ്റിരുന്നെങ്കിൽ ഈ മാച്ച് ബ്രസീലും ഇവരും തമ്മിലായിരുന്നു. നെതർലാൻഡ്സ് ഹിസ്റ്റോറിക്കലി സമീപകാല ഹിസ്റ്ററിയിലൊക്കെ ബ്രസീലിനെ തോൽപ്പിച്ച ചരിത്രമാണ് നെതർലാൻഡ്സിന്റെ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു. എന്തായാലും നിർഭാഗ്യത്തിന്റെ കഥ നെതർലാൻഡ്സിന് തുടരുന്നു. അടുത്ത വേൾഡ് കപ്പിൽ ഞാൻ തീരട്ടെ എന്ന് വിചാരിക്കാം. യോഗ്യത അടുത്ത പ്രാവശ്യം കംബാക്ക് ആയാൽ മതിയോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്.